പ്രിയക്ക് ആ വീഡിയോ തൻ്റെ ക്ലാസ്സിലെ ഏതോ ഒരു കുട്ടി ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും അവളുടെ സകല നിയന്ത്രണവും തെറ്റിത്തുടങ്ങി. അവൾ തൻ്റെ കയ്യിലെ ഡ്രിപ്പിൻ്റെ കാനലൊക്കെയും വലിച്ചൂറി അവിടെ നിന്ന് പോവാൻ ഒരുങ്ങിയതും രേവതി അവളെ ശാസിച്ച് പിടിച്ചു നിർത്തി. എനിക്ക് പോണം, വിടന്നെ, വിടാൻ. ഇപ്പം ആദ്യം വരും, അവൻ വന്നിട്ട് പോയാ പോരെ. എനിക്ക് അവനെ കാണണ്ട, ഞാൻ പോവാണ്. എങ്ങോട്ട്? അറിയില്ല. പ്രിയ, നീ അവിടെ ഇരിക്ക്, എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ കൊണ്ടുവിടാം. അങ്ങനെ പോവാനൊരിടം എനിക്കില്ല മാം. എനിക്ക് ആരുമില്ല, ആരും. ഞാനൊരു അനാഥയാ മാം. അച്ഛനോ അമ്മയോ ആരെന്നറിയാത്ത അനാഥ. എന്നെ ഈ ദുരിതത്തിലേക്ക് തള്ളിയിട്ട് അവർ എവിടെയെങ്കിലും സുഖിക്കുന്നുണ്ടാവും. അത്രയും പറഞ്ഞപ്പോഴേക്കും പ്രിയ കരഞ്ഞു പോയിരുന്നു. ആ കരച്ചിൽ കണ്ടതും രേവതി അവളെ മാറോട് ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിച്ചു. അവളൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയതും രേവതി അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ നന്ദിനിയുടെ വീട്ടിലെ ഔട്ട് ഹൗസിലേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്? അവളൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ എവിടെ പോവും? അറിയില്ല, എനിക്കിനി അവനെ കാണണ്ട മാം. എങ്കിൽ എൻ്റെ കൂടെ പോരുന്നോ? രേവതി അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. മാഡത്തിന് എന്നോട് ദേഷ്യമല്ലേ, പിന്നെ എന്തിനാ എന്നെ വീട്ടിലോട്ട് വിളിക്കുന്നത്? ആര് പറഞ്ഞു എനിക്ക് നിന്നോട് ദേഷ്യമാണെന്ന്? ആദ്യം ഇത്തിരി ദേഷ്യം ഉണ്ടായിരുന്നു, അതാ നയനപ്പെണ്ണ് കാരണ. അവൾ നിന്നെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി നീ ഒരു അഹങ്കാരിയാണെന്നാണ്. ആദ്യം ഒരു അഹങ്കാരി ആയിരുന്നു, പിന്നീടല്ലേ ഈ അഹങ്കാരിയുടെ ഉള്ളിൽ നിറയെ മറ്റെന്തൊക്കെയോ ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. പിന്നീട് നിന്നിലൂടെ ഞാൻ എന്നെ തന്നെ കാണുകയായിരുന്നു. അപ്പോൾ എനിക്ക് നിന്നോട് ചെറിയൊരു ഇഷ്ടം തോന്നി. പിന്നെ നന്നായി പഠിക്കുന്നതുകൊണ്ടേ ആ ഇഷ്ടം ഒന്നുകൂടെ കൂടി. കഴിഞ്ഞ ദിവസം ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. നീ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനിലൂടെയൊക്കെയും ഞാൻ പണ്ട് കടന്നു പോയതാ, ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. അത്രയും പറഞ്ഞ് രേവതി ഒന്ന് നിർത്തി. മാഡത്തിൻ്റെ വീട്ടിലല്ലേ നയന ഉള്ളത്? ഞാൻ അങ്ങോട്ടില്ല, അവൾക്കത് ഇഷ്ടാവില്ല. ആര് പറഞ്ഞു? ഞാൻ ഒറ്റയ്ക്കാ താമസം, അവൾ അവളുടെ വീട്ടിലും. അപ്പോൾ മാഡത്തിൻ്റെ ഹസ്ബൻഡും കുട്ടികളും? ഞാനതിന് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പ്രിയോട് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞില്ല, ഞാൻ ഊഹിച്ചതാ. എന്നാൽ അങ്ങനെ ഊഹിക്കണ്ട. തൽക്കാലം പ്രിയ അവിടെ ഇരിക്ക്, ഞാൻ ബിൽ പേ ചെയ്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോവാം. പിന്നെ ആ വീഡിയോയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവുകയൊന്നും വേണ്ട. നമുക്കത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യിപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കാം, പോരെ? അല്ലെങ്കിലും എല്ലാവരും കാണുകയാണല്ലോ ആദ്യം അത് ചെയ്തത്. ഇതിപ്പോൾ 4 പേര് കൂടുതൽ കണ്ടു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. ആദ്യം അവൻ്റെ ഭാര്യയല്ലേ കിസ്സടിച്ചത്, അതിനിപ്പോൾ ആരും ചോദിക്കാൻ വരാനും പോണില്ല. അത്രയും പറഞ്ഞ് അവർ പോകുന്നത് കണ്ടതും പ്രിയ വായും പൊളിച്ച് നോക്കി നിന്ന് പോയി. ഇത്രയും നാൾ നാഗവല്ലിയായി താൻ മനസ്സിൽ പ്രതിഷ്ഠിച്ച രേവതി മാം തന്നെയാണോ ഈ തగ్గടിച്ചിട്ട് പോയതെന്ന് അവൾ ചിന്തിച്ചു പോയി. അയ്യോ മാഡം, ആദ്യം എന്നെ അന്നേരം ഒന്നും ചെയ്തില്ല. ഓ, അത് ഞാൻ മറന്നു, അതും ഞാൻ കണ്ടതാ. അവൻ നിന്നെ പിടിച്ച് തള്ളിയല്ലേ? അപ്പോൾ മാഡം, ഞാൻ ഇതൊക്കെ നേരിക്കണ്ടതാ. അത്രയും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോയതും പ്രിയ അവർ പോയ വഴിയെ നോക്കി നിന്ന് പോയി. ആദ്യം ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും രേവതി പ്രിയയും കൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു. കാഷ്വാലിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ അവർ പോയി എന്നറിഞ്ഞ ആദി ഏറെ പ്രതീക്ഷയോടെയാണ് തൻ്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷെ അവിടെയും അവൾ എത്തിയിട്ടില്ല എന്നറിഞ്ഞ ആദിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. രേവതി ആൻറ്റിയോട് ഒന്ന് വിളിച്ചു ചോദിക്കുമോ എന്ന് അമ്മയോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൻ. കാര്യങ്ങളൊക്കെ അറിഞ്ഞ അവൻ്റെ അച്ഛൻ ശങ്കർ അവനോട് മുഖം കറുപ്പിച്ച് പെരുമാറിയതും അവൻ ആരോടും ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ തൻ്റെ മുറിയിലേക്ക് പോയി. പ്രിയയുടെ നമ്പറിലേക്ക് ഒരുപാട് തവണ വിളിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി വന്നത്. ആ നേരത്താണ് ഷ്യാമിൻ്റെ കോൾ വരുന്നത്. ഹലോ ആദി, നീ എവിടെയാ? ഞാൻ വീട്ടിലാടാ. പ്രിയക്ക് എങ്ങനെയുണ്ട്? അറിയില്ല. അറിയില്ലേ? അതെന്താ അങ്ങനെ? നീ അപ്പോൾ അവളെ കണ്ടില്ലേ? ഇല്ല, ഞാൻ ചെല്ലുമ്പോഴേക്കും അവരവിടം വിട്ടിരുന്നു. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവൾ എവിടെയും എത്തിയിട്ടില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. പൂജയ്ക്കും മെനുവിനും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എവിടെ പോയി? ഇനിയിപ്പോൾ രേവതി മാമിൻ്റെ വീട്ടിൽ പോയി കാണോ? നിനക്കൊന്ന് മാമിനെ വിളിച്ച് ചോദിച്ചൂടെ? എടാ, എനിക്ക് ആ വീഡിയോ അവരൊക്കെ കണ്ടു കാണില്ലേ? മാം എന്ത് കരുതി കാണും? എടാ ആദി, നീ ഇനി അതോർത്ത് ടെൻഷൻ ആവേണ്ട. ഞങ്ങൾ അപ്പം തന്നെ പൂജ മുഖേന DGP ഹരിദാസ് സാറിനെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം അയാൾ നിന്നെ 2 തെറി വിളിച്ചുവെങ്കിലും സൈബർ സെല്ലുമായി കോൺടാക്ട് ചെയ്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. അത് ചെയ്തയാളെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് സാർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ വകയിൽ ഞാനും അയാളും ചെറിയ രീതിയിൽ കമ്പനി ആയടാ. ഇനി വേണം അതിൽ പിടിച്ചു കയറി മുന്നോട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ. നീ സന്തോഷിക്കടാ, എൻ്റെ അവസ്ഥ എനിക്കേ അറിയൂ. എടാ, ആ വീഡിയോ നമ്മുടെ നാട്ടുകാരൊന്നും കണ്ടു കാണില്ലെന്നേ. പിന്നെ കോളേജ് ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് പ്രിൻസി, ടീച്ചേഴ്സ്, പിന്നെ നേരത്തെ ലൈവായി കാണാത്ത പിള്ളേർ അവരൊക്കെ കണ്ടു, അത്രേ ഉള്ളൂ. ആര് പറഞ്ഞു? 24 മണിക്കൂർ യൂട്യൂബ് തുറന്ന് സീരിയൽ കാണുന്ന എൻ്റെ അച്ഛമ്മ വരെ കണ്ടടാ. പിന്നെ പറയണോ,
അച്ഛമ്മ അത് അച്ഛന് ഷെയർ ചെയ്ത് കൊടുത്തു. പിന്നെ ആരൊക്കെ കണ്ടെന്ന് ദൈവത്തിനറിയാം. വീഡിയോ അമ്മാതിരി എഡിറ്റിംഗ് ആയിരുന്നല്ലോ. ആ തെണ്ടിയെ എൻ്റെ കൈ കിട്ടും. ശ്യാമൊന്ന് മൂളി. എടാ, കോളേജ് ഗ്രൂപ്പിൽ നിന്നൊക്കെ വീഡിയോ ഡിലീറ്റ് ആയല്ലേ? അമ്മയുടെ കൂടെ ആയതിനാൽ ഞാൻ നേരത്തെ ശരിക്കും കണ്ടില്ലായിരുന്നു. ഞാനാണെങ്കിൽ അത് ഡൗൺലോഡും ചെയ്തില്ലായിരുന്നു. നിൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് സെൻഡ് ചെയ്താടാ. എന്നിട്ട് നിൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കിയേക്ക്. അലവലാതി. ഉമ്മിക്കാൻ പോയതും പോരാ അവനിപ്പോൾ അത് കണ്ട് സുഖിക്കണമെന്ന്. നിൻ്റെ അച്ഛൻ്റെ ഫോണിൽ കാണും, ചോദിച്ചു നോക്ക്. എടാ, എനിക്കവളെ മിസ് ചെയ്യുന്നടാ. എൻ്റെ കയ്യിലാണെങ്കിൽ അവളുടെ ഒരു ഫോട്ടോ പോലും ഇല്ല. അത് ഇനി വെച്ചിട്ട് പോയേ, ഇല്ലെങ്കിലേ ഞാൻ വല്ലതും പറഞ്ഞു പോവേ എന്നും പറഞ്ഞ് ശ്യാം ഫോൺ കട്ട് ചെയ്തതും ആദ്യം രണ്ടും കൽപ്പിച്ച് രേവതി മാഡത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. രേവതി മാഡം നല്ല രീതിയിൽ തന്നെയാണ് അവനോട് സംസാരിച്ചത്. അവൾക്ക് നല്ല പനിയുണ്ടെന്നും കിടക്കുകയാണെന്നും പറഞ്ഞു. ശേഷം അവർ പ്രിയെ വിളിച്ചുണർത്തി അവൾക്ക് നേരെ ഫോൺ നീട്ടി. ആദ്യമാണെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് അവനോട് സംസാരിക്കാനില്ലെന്നും പറഞ്ഞ് അവൾ ഫോൺ വാങ്ങാൻ കൂട്ടാക്കിയില്ല. നിരാശയോടെ ആദ്യ കോൾ കട്ട് ചെയ്തു. തൊട്ടടുത്ത നിമിഷം ശ്യാം അവൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ സെൻഡ് ചെയ്തത് കണ്ടതും ആദ്യം അത് ഡൗൺലോഡ് ചെയ്ത് നോക്കി. അവരുടെ ആ കിസ്സിങ് വീഡിയോ ആയിരുന്നത്. അന്നേരം ആദിയുടെ കണ്ണുകൾ പ്രിയയിലേക്ക് നീണ്ടു. എന്നാലും എൻ്റെ ദൈവമേ, ഏതലവലാതിയാ ഇത്രയും HD ക്ലാരിറ്റിയിൽ വീഡിയോ പകർത്തിയത്? തൻ്റെ തൊട്ടരികിലുണ്ടായ ആരോ ആണിത് ചെയ്തത്. അന്നേരം അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ 3 പരട്ട ഫ്രണ്ട്സാണല്ലോ. അവരെന്തായാലും അത് ചെയ്യില്ല. പിന്നെ നിമിഷം കുറച്ച് മാറി നിൽപ്പായിരുന്നു. അന്നേരം അവളുടെ ഫോൺ താടിയിലൂന്നി നിൽക്കുന്നത് ഒരു മിന്നായം പോലെ ആദിയുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ഇനി അവളാണോ? അവളങ്ങനെ ചെയ്യില്ല. പക്ഷെ തങ്ങളുടെ തൊട്ടരികിലുണ്ടായിരുന്ന ഈ 4 പേർക്കല്ലാതെ അത്രയും ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ആദിയുടെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങി. പ്രിയക്ക് പനി ആയതിനാൽ രേവതി അവളുടെ കൂടെ തന്നെയാണ് കിടന്നത്. വേണ്ട വേണ്ട, വിടാൻ എന്നെ തുടരുത്. ഉറക്കത്തിലായെന്ന രേവതി തൻ്റെ തൊട്ടരികിൽ കിടക്കുന്ന പ്രിയ എന്തൊക്കെയോ പുലമ്പുന്നത് കേട്ടിട്ടാണ് ലൈറ്റ് ഓൺ ചെയ്യുന്നത്. പ്രിയ ഒന്ന് നോക്കിയതും പ്രിയ അപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. അവളുടെ മുഖത്താകമാനം വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോഴവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. രേവതി പതിയെ പ്രിയ ഒന്ന് തൊട്ടതും അവൾ ഞെട്ടിയുണർന്ന് രേവതിയെ ഇറുകെ പുണർന്നു. അവൾ ഓക്കെ ആവുന്നത് വരെ രേവതി അവളുടെ പുറം തട്ടിക്കൊടുത്തു. പ്രിയക്ക് സ്വയം ഒന്ന് ഓക്കെ ആയെന്ന് തോന്നിയതും അവൾ അവരിൽ നിന്ന് അടർന്നു മാറി തൻ്റെ മുഖം അമർത്തി തുടച്ചു. എന്താ, വല്ല സ്വപ്നവും കണ്ട് പേടിച്ചോ? അവർ ചോദിച്ചു. അവളൊന്ന് മൂളി. വേണ്ടാത്തത് ഓർത്ത് കിടന്നതുകൊണ്ടാ. കഴിഞ്ഞതെല്ലാം അങ്ങ് മറന്നേക്ക്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പഴയ പ്രിയയായിട്ട് വേണം എൻ്റെ മുന്നിൽ നിൽക്കാൻ, കേട്ടല്ലോ? അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ടത് രേവതി പറഞ്ഞതും പ്രിയ പതിയെ മൂളിക്കൊണ്ട് തലയനക്കി. എങ്കിൽ കിടന്നോളൂ, പേടിക്കണ്ട, ഞാൻ കൂടെ തന്നെയുണ്ട്. രേവതി ആ പറഞ്ഞത് കേട്ടതും പ്രിയ ഒന്ന് തലയനക്കിക്കൊണ്ട് രേവതിക്ക് അഭിമുഖമായി ചെരിഞ്ഞു കിടന്നു. ഉറങ്ങിക്കോ. രേവതി അവളുടെ മുടിയിഴകളിലൂടെ തലോടിക്കൊണ്ടത് പറഞ്ഞതും പ്രിയയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. എന്തിനാ കരയുന്നേ? അത് പിന്നെ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാ. എന്നെ ആരും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ല. ആണോ? എങ്കിൽ ഞാനും ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു കുട്ടി അരികിൽ കിടത്തുന്നതും തലോടുന്നതൊക്കെ. നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നേ എനിക്ക് നിന്നെ പോലൊരു മോളുണ്ടായനെ. അതെന്താ മാഡം കല്യാണം കഴിക്കാത്തത്? കഴിക്കാൻ തോന്നിയില്ല. അതെന്താ തോന്നാത്തത്? അത് പ്രിയക്ക് ഇപ്പം തന്നെ അറിയണോ? വേണ്ട, നാളെ അറിഞ്ഞാൽ മതി. പ്രിയ ഇപ്പോൾ ഉറങ്ങാൻ നോക്ക്. അവരവളെ നോക്കി അത് പറഞ്ഞതും പ്രിയ കണ്ണടച്ച് കിടന്നു. വൈകാതെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൾ ഉറങ്ങിക്കഴിഞ്ഞതും രേവതി അവളെ ശരിക്കും പുതപ്പിച്ച് അവളോട് ചേർന്ന് കിടന്നു. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. വൈകാതെ അവരും നിദ്രയെ പുൽകി. രാവിലെ പ്രിയ എഴുന്നേൽക്കുമ്പോഴേക്കും രേവതി എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു പോവാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. മാഡം കോളേജിലേക്കാണോ? നിനക്ക് സസ്പെൻഷൻ ആണല്ലോ, അതുകൊണ്ടേ എഴുന്നേറ്റ് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തോ. പ്രിയ പതിയെ മൂളിക്കൊണ്ട് തലയനക്കി. നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. നീ നന്ദിനിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടേ, ഞാൻ കൊണ്ടുവിടാം. മാഡത്തിന് ഞാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വല്ല ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം. എന്നാലും ഞാനിനി അങ്ങോട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞോ? നന്ദിനി ഇപ്പോൾ വിളിച്ചിരുന്നു. ആ ചെറുക്കൻ നിന്നെ കാണാതെ ഇരിക്കപ്പുറതില്ലാതെ നട്ടം തിരിയുകയാണെന്ന്. അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് മാഡം എന്ത് പറഞ്ഞു? നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. എങ്കിൽ മാഡം പറഞ്ഞേക്ക് ഇനി ഞാൻ അങ്ങോട്ടില്ലെന്ന്. അതൊക്കെ അവൻ്റെ ഡ്രാമയാ. അവൻ എന്നെ കാണാതെ കയറ് പൊട്ടിക്കാൻ അവൻ എൻ്റെ ആരുമല്ല. മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിന്നോളാം. എന്നെ ഇവിടെ താമസിപ്പിക്കുന്നതിൽ വേണമെങ്കിൽ ഞാൻ മാഡത്തിന് റെൻ്റ് എന്നോളാം.
നീ വലിയ പണക്കാരിയാണെന്നും ഹ്യൂജ് എമൗണ്ട് ബാങ്ക് ബാലൻസായി കിടപ്പുണ്ടെന്ന് അറിയാം. അതൊക്കെ കൈ വെച്ചാൽ മതി. എനിക്ക് നിൻ്റെ പണമൊന്നും വേണ്ട. നിനക്ക് എത്ര നാൾ വേണേലും ഇവിടെ താമസിക്കാം. നിന്നോട് ആരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനും പറയില്ല. താങ്ക് യു മാഡം എന്നും പറഞ്ഞ് പ്രിയ അവരുടെ കവളിൽ അമർത്തി മുത്തി. അപ്പോഴാണ് ഒരു കോളിംഗ് ബെൽ കേൾക്കുന്നത്. രേവതി ഡോർ തുറക്കാനായി ചെന്നതും പിന്നാലെ പ്രിയയും ചെന്നു. ഡോർ തുറന്ന രേവതി പുറത്ത് പെട്ടിയും കിടക്കയായി നിൽക്കുന്ന മിന്നുവിനെയും പൂജയും കണ്ടു വായും പൊളിച്ച് നോക്കി നിന്ന് പോയി. മാഡം, ഞങ്ങളും കൂടി ഇവിടെ താമസിച്ചോട്ടെ. ഞങ്ങൾക്ക് ഇവിടെ ഇല്ലാതെ പറ്റില്ല. ഞങ്ങൾ മാഡം പറയുന്ന എന്ത് ജോലിയും ചെയ്തോളാം. ഇവിടെയുള്ള സെർവൻറ്റിനെ പറഞ്ഞു വിട്ടോളൂ മാഡം, പ്ലീസ് മാഡം. മിന്നു നിഷ്കുവായി പറഞ്ഞതും രേവതിക്ക് ചിരി വന്നു പോയി. ഇത്രയും നാൾ ഗൗരവത്തിൽ മാത്രം കണ്ടിരുന്ന രേവതി ചിരിക്കുന്നത് കണ്ടതും അത്രയും നേരം പതുങ്ങി നിന്നിരുന്ന പൂജയ്ക്കും ചെറിയൊരു എനർജി കിട്ടി. ദേ മാഡം ചിരിക്കുന്നു. എന്ത് ഭംഗിയാ ചിരി കാണാൻ. പൂജയുടെ പറച്ചിൽ കേട്ട് ചിരി അവസാനിപ്പിച്ചു രേവതി രണ്ടുപേരെയും ഒന്ന് നോക്കി. നിങ്ങളെന്നെ അങ്ങനെ സോപ്പിടിയൊന്നും വേണ്ട. അയ്യോ മാഡം, സോപ്പല്ല, സത്യം പറഞ്ഞതാ, പൂജ പറഞ്ഞു. മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ നിൽക്കണോ പോണോ? തൽക്കാലം അകത്ത് കയറി. ഇനി നിങ്ങളുടെ പിന്നാലെ ആരെങ്കിലും വരുമോ? അല്ല, വൈകാതെ ഇതൊരു അഭയാർത്ഥി ക്യാമ്പ് ആക്കേണ്ടി വരുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇല്ല മാഡം, ഇനി ആരും വരില്ല എന്നും പറഞ്ഞ് രണ്ടുപേരും അകത്ത് കയറി വന്നതും പ്രിയയുടെ മുഖം വിടർന്നു. പ്രിയ അവർക്ക് കൈ മുട്ടിച്ചു. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല മാഡം, ഒന്നും കഴിച്ചില്ല. ഇന്നലെ തൊട്ട് പട്ടിണിയാ. ഇവളെ കാണാതെ ഒരു സമാധാനവും ഇല്ലായിരുന്നു. അതാ രാവിലെ തന്നെ പെട്ടിയും പ്രമാണം എടുത്ത് ഇറങ്ങിയത്. കൂട്ടത്തിൽ ഇവളുടെ പെട്ടി എടുത്തിട്ടുണ്ട്. അത് നന്നായി. മാഡം കോളേജിലേക്കാണോ? മാഡം പോയിക്കോ. മാഡം തിരിച്ചു വരുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വീടൊക്കെ ക്ലീനാക്കി മാഡത്തെ ഞെട്ടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു, മിന്നു പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഫുഡ് ഉണ്ടാക്കാനും മടിക്കാനും തുടക്കാനും ഒക്കെയും സെർവൻ്റ് ഉണ്ട്. ഓൾറെഡി വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ദയവ് ചെയ്ത് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഈ വീട് തല തിരിച്ച് വെക്കാതിരുന്നാൽ മതി. നിങ്ങളെ എനിക്ക് അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം ഞാൻ പോട്ടെ. എല്ലാവരും ഫുഡൊക്കെയും കഴിച്ച് ഇന്ന് ഇവിടെ തന്നെ അങ്ങ് സ്പെൻഡ് ചെയ്താൽ മതി. പുറത്ത് പോണേ, നമുക്ക് നാളെ ഒരുമിച്ച് പോവാം. എന്തേ? ഓക്കെ മാഡം, പൂജ പറഞ്ഞു. പ്രിയ, ഫുഡ് കഴിച്ച് ടാബ്ലറ്റ് കഴിക്കണം, റെസ്റ്റ് എടുക്കണം. ഓക്കെ, ബായ് എന്നും പറഞ്ഞ് രേവതി 3 പേർക്ക് നിറഞ്ഞ ചിരി സമ്മാനിച്ച് തൻ്റെ കാറിൽ കയറി അവിടെ നിന്ന് പോയതും മിന്നുവും പൂജയും കീഴി പോയി നിൽക്കുവാണ്. ഈ തങ്കപ്പെട്ട മാമിനെയാണല്ലോ നമ്മൾ ഇത്രയും നാൾ തെറ്റിദ്ധരിച്ചത്. ഈ മാമിൻ്റെ തലക്ക് ആരെങ്കിലും ഒലക്കെടുത്ത് അടിച്ചോ എന്നൊരു സംശയം മിന്നെ താടിക്ക് കൈയും കൊടുത്ത് പറഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇതും ആ നയനയുടെ പ്ലാനാണോ? പൂജ തൻ്റെ സംശയം പറഞ്ഞു. അതൊന്നും അല്ലടി, മാഡം ഒരു പാവാണ്. അത് ഇന്നലെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഇന്നലെ ഒരാളെ കെട്ടിപ്പിടിച്ച് സ്വസ്ഥമായി ഉറങ്ങി. അപ്പോൾ ആദ്യം ഇന്നലെ ഇവിടെയും വന്നാ? മിന്നെ എടുത്തടിച്ചതുപോലെ ചോദിച്ചു. ഒരാദി, അവനെ പറ്റി ഇനി ഒരക്ഷരം മിണ്ടരുത്. എനിക്ക് അവൻ്റെ പേര് കേൾക്കുന്നതേ ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവൾ മുറിയിലേക്ക് കയറിപ്പോയി. ആദിക്കും കൂട്ടുകാർക്കും സസ്പെൻഷനായതിനാൽ അവർ അന്നേ ദിവസം വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടി. അപ്പോഴൊക്കെയും അവൻ പ്രിയയുടെ ഫോണിലേക്ക് ഒരുപാട് വിളിച്ചു നോക്കിയെങ്കിലും അപ്പോഴും സ്വിച്ച് ഓഫ് എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആ ദിവസം ആദ്യം എങ്ങനെയോ തള്ളി നീക്കി. പിറ്റേ ദിവസം അവൻ ബോറടി മാറ്റാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തൊക്കെ ഇറങ്ങി. അപ്പോഴൊക്കെയും ആദ്യം ഫുൾ മൂഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ അവരൊരു മാളിലെ ഫുഡ് കോർട്ടിൽ കയറി. അവർ ഫുഡ് കഴിച്ച് തിരികെ എസ്കലേറ്ററിലൂടെ ഇറങ്ങാൻ നേരാണ് ആദിയുടെ കണ്ണുകൾ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ നടന്നു പോകുന്ന പ്രിയയിലേക്കും ഫ്രണ്ട്സിലേക്കും നീളുന്നത്. കൂടാതെ രേവതി മാഡം ഉണ്ടായിരുന്നതിനാ അവൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്ന് പോയി. പ്രിയയുടെ തലയിലെ ബാൻഡേജ് കണ്ടതും ആദ്യം കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ അവളുടെ അരികിലേക്ക് പാഞ്ഞു. തങ്ങളുടെ അരികിലേക്ക് വരുന്ന ആദിയെ കണ്ടതും പ്രിയ മിന്നുവിൻ്റെ കൈയും പിടിച്ച് തിരിഞ്ഞു നോക്കാതെ ധൃതിയിൽ നടന്നു. പ്രിയയുടെ ആ പ്രവൃത്തി കണ്ട് രേവതി ചുറ്റും നോക്കി. അപ്പോഴാണ് ആദിയെ കാണുന്നത്. അവർ ആദിയെ നോക്കി ഒന്ന് ചിരിച്ചതും ആദ്യ ചമ്മൽ മറച്ചു പിടിച്ചു അവരുടെ അരികിലേക്ക് നടന്നു. രേവതി ആദിയോട് കുറച്ചു നേരം സംസാരിച്ചു. പിന്നീട് അവിടെ നിന്ന് പോവുകയായിരുന്നു. പ്രിയ ഇനി അങ്ങോട്ടില്ലെന്ന് പറഞ്ഞത് കേട്ടതും ആദിക്ക് നല്ല വിഷമായി. ഇതൊക്കെ കണ്ട് ശ്യാമും ഷെബിയും ഗോകുലും അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ വിഷമം മനസ്സിലാക്കി അവൻ്റെ കൂട്ടുകാർ അവനെ സമാധാനിപ്പിച്ചു അവിടെ നിന്നിറങ്ങി. രേവതിയുടെ കാറിൻ്റെ അരികിൽ കാത്തു നിൽക്കുകയായിരുന്നു പ്രിയയും മിന്നുവും. അവർക്ക് പിന്നാലെ പൂജയും അങ്ങോട്ട് വന്നു. നീ ചെയ്തതെന്തായാലും കലക്കി. ആദ്യേട്ടൻ്റെ ആ ചമ്മി നാറിയ മുഖം കാണണമായിരുന്നു. മാമില്ലായിരുന്നേ ഞാനൊരു ഫോട്ടോ എടുത്ത് നിന്നെ കാണിച്ചേനെ. അവൻ കുറച്ചുനാൾ നിന്റെ പിറകെ നടക്കട്ടെ. പൂജ പ്രിയയുടെ അരികെ വന്നുകൊണ്ട് പറഞ്ഞു. എൻ്റെ പിന്നാലെയോ എൻ്റെ ഒപ്പോ എനിക്ക് ആരെയും നടത്തിക്കണം എന്നൊന്നുമില്ല. എനിക്ക് അത്ര പെട്ടെന്നൊന്നും അവനോട് ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയ അത്രയും പറഞ്ഞ് തീരുമ്പോഴേക്കും രേവതി മാം അങ്ങോട്ട് വന്നിരുന്നു. ഇനി എന്താ പിള്ളേരെ പരിപാടി? നമുക്ക് നേരെ വീട്ടിലോട്ട് വിട്ടാലോ? ഇത്ര പെട്ടെന്നോ? നമുക്ക് ബീച്ചിലോട്ട് പോയാലോ മാഡം? പ്ലീസ്, നിങ്ങൾ എന്നെയും കൂടി ചീത്തയാക്കുമോ പിള്ളേരെ? മാം പ്ലീസ്. മിന്നു കെഞ്ചി പറയുന്നത് കേട്ടതും രേവതി സമ്മതം അറിയിച്ചു. അങ്ങനെ അവർ നേരെ പോയത് ബീച്ചിലോട്ടാണ്.
അങ്ങനെ അവർ കുറച്ചു നേരം ബീച്ചിൽ ചെലവഴിച്ചു. ശേഷം വീട്ടിലോട്ട് മടങ്ങി. വീട്ടിലെത്തിയതും രേവതി വണ്ടി പോർച്ചിൽ നിർത്തി. രേവതി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും പിന്നാലെ കയ്യിൽ നിറയെ കവറുമായി പ്രിയയും പൂജയും മിന്നും ഇറങ്ങി. 3 പേരും രേവതിയോട് എന്തൊക്കെയോ തമാശ പറഞ്ഞും ചിരിച്ചു അകത്ത് കയറാൻ നേരാണ് മുൻവശത്തെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്ന നയനയെ കാണുന്നത്. നയനെ കണ്ടതും രേവതി പുഞ്ചിരിക്കുന്ന മുഖവുമായി അവളുടെ അരികിലേക്ക് നടന്നു. ആഹാ, നീ ഒരുപാട് നേരായോ വന്നിട്ട്? ഞങ്ങൾ ചെറുതായി ഒന്ന് കറങ്ങാൻ പോയതാ. നീ കോളേജിലായിരുന്നല്ലോ, അതാ നിന്നെ വിളിക്കാനത്. ഇവർക്ക് പിന്നെ സസ്പെൻഷൻ ആണല്ലോ. രേവതി അതും പറഞ്ഞ് ഡോർ തുറന്നു. ശേഷം നയനെ കണ്ട ഷോക്കിൽ മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്ന 3 പേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അതൊക്കെ എടുത്ത് അകത്തോട്ട് ചെല്ല്. അതൊക്കെ കേട്ടത് 3 പേരും അകത്തോട്ട് കയറിപ്പോയി. അവർ പോകുന്നത് കണ്ടതും നയന 3 പേരെയും തുറച്ചു നോക്കി. ആൻറ്റി, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എന്ത് വേണ്ടായിരുന്നു എന്ന്? ആൻറ്റി എന്താ ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നത്? ഞാൻ പറഞ്ഞതല്ലേ അവരെൻ്റെ ശത്രുക്കളാണെന്ന്. എൻ്റെ മോളെ നീ കരുതുന്ന പോലെ അവരത്ര കുഴപ്പക്കാരൊന്നും അല്ല, പാവങ്ങളാ. കൂട്ടത്തിൽ ഏറ്റവും പാവം പ്രിയാണ്. നീ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടേ ഇങ്ങോട്ട് പോര്. ഇവരുടെ കൂടെ 2 ദിവസം നിൽക്കുമ്പോൾ നിനക്കത് മനസ്സിലാവും. എനിക്കെല്ലാം മനസ്സിലായി. ഇവളുമാർ 3 കൂടി ആൻറ്റിക്ക് എന്തോ കൈവശം തന്നിട്ടുണ്ട്. ഇനി എന്ത് വേണമെന്നേ എനിക്കറിയാം എന്നും പറഞ്ഞ് നയന ഇറങ്ങിപ്പോയി. ആദ്യം ഫ്രണ്ട്സും ഒരു കടയുടെ മുന്നിൽ നിന്ന് അവിൽ മിൽക്ക് കുടിക്കുകയായിരുന്നു. വിരഹവും ടെൻഷനും ആണെന്ന് കരുതി പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. അല്ലേലും സ്നേഹവും പട്ടിണിയും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. പട്ടിണി കിടന്ന് സ്നേഹം തെളിയിക്കേണ്ട ആവശ്യമൊന്നും ഈ ആദിക്കില്ല എന്നും പറഞ്ഞ ആദി വയറ് നിറക്കുന്ന തിരക്കിലാണ്. അപ്പോഴാണ് ഒരുത്തൻ കയറി വന്ന് പറയുന്നത്, സുഖേട്ടാ, ഒരു അവിൽ മിൽക്ക് വിത്ത് ഐസ്ക്രീം. പെട്ടെന്ന് വേണേ, ഇത്തിരി തിരക്കുണ്ടെന്നേ. നിന്റെ തിരക്കൊക്കെ എനിക്കറിയാം. നീ എന്തിനാടാ എൻ്റെ ചെറുക്കനെ നമ്മുടെ കോളേജിൽ ബാലറ്റ് പെട്ടി പൊക്കാൻ വിളിച്ചത്? നീയും നന്നാവില്ല, മറ്റുള്ളവരെ കൂടി നന്നാവാനും സമ്മതിക്കില്ല. അവനിപ്പോൾ ആ പണിയൊക്കെ നിർത്തി. ഇനി നിന്നെ ആ ഭാഗത്ത് കണ്ട നിന്റെ മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും. എൻ്റെ സുഖവേട്ട, ഞാൻ കുറേ നാൾ മുന്നേ ആ പണി നിർത്തിയതായിരുന്നു. ആ DGPയുടെ മോൾ വന്ന് നിർബന്ധിച്ചപ്പോൾ പോയെന്നേ ഉള്ളൂ. അവനിത്തിരി പതുക്കെ പറഞ്ഞു. DGPയുടെ മോളുടെ കയ്യിൽ നിന്ന് നല്ല കാശ് വാങ്ങിച്ച് കാണുമല്ലോ. 10,000 തന്നായിരുന്നു. പക്ഷെ തന്ന പോലെ അങ്ങ് തിരിച്ചു കൊടുത്തു. അതെന്താടാ, അത് വല്ല കള്ളനോട്ടുമായിരുന്നോ? അതൊന്നും അല്ല സുഖേട്ടാ, എനിക്ക് അവർ പറഞ്ഞ പണി ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അകത്ത് കയറി എന്നത് സത്യ. പിന്നെ ഒന്നും നടന്നില്ല. കാശ് തിരികെ കൊടുക്കുകയും ചെയ്തു. ഇരുവരുടെയും സംഭാഷണം പതുക്കെയായിരുന്നെങ്കിൽ ഇതൊക്കെ ആദ്യം കൂട്ടരും കേട്ടിരുന്നു. അവരിതൊക്കെ കേട്ട് ആകെ ഷോക്കേറ്റ് നിൽക്കുകയായിരുന്നു. ആദി നേരെ അവൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇത്തിരി മാറി നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു വർക്കുണ്ട്, 25 തരാം. എന്താ, റെഡിയാണോ? യു മീൻ 25,000? എന്താ വർക്ക്? ഞങ്ങളുടെ കൂടെ വന്ന വർക്ക് ഡീറ്റെയിൽസ് പറയാം. അഡ്വാൻസ് 10,000 അപ്പോൾ തന്നെ തന്നേക്കാം. അപ്പോൾ എൻ്റെ അവിൽ മിൽക്ക് അത് കുടിച്ചിട്ട് പോരെ? ഇനി ഇഷ്ടം പോലെ അവിൽ മിൽക്ക് കുടിക്കാലോ. രൂപ 25,000 ഒറ്റയടിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ആദി പറഞ്ഞതും അവൻ ആദിയുടെയും കൂട്ടരുടെയും കൂടെ വണ്ടിയിൽ കയറുന്നത് കണ്ട കടക്കാരൻ പറഞ്ഞു, എടാ, ഇത് കുടിച്ചിട്ട് പോടാ. അത് ചേട്ടൻ തന്നെ കുടിച്ചോ, പൈസ ഞാൻ തന്നോളാം എന്നും പറഞ്ഞവൻ ആദിയുടെ കൂടെ കാറിൽ കയറിപ്പോയി. ഒരു വിജനമായ സ്ഥലത്ത് വണ്ടി നിർത്തിയതറിഞ്ഞ് അവൻ ചുറ്റും നോക്കി. അവർക്ക് 4 പേർക്ക് പിന്നാലെ വണ്ടിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ടവൻ ചോദിച്ചു, ഇനി വല്ലോരെയും തട്ടാനാണോ? എങ്കിൽ എമൗണ്ട് കൂടുവേ. ഹേയ്, വല്ലോരെയല്ല, നിന്നെ തന്നെ തട്ടാനാ പോകുന്നത് എന്നും പറഞ്ഞ് ശ്യാമും ഷെബിയും അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. അത് ശരി, അപ്പോൾ ട്രാപ്പായിരുന്നു അല്ലേ? അതും പറഞ്ഞ് അവൻ കുതറിമാറാൻ ഒരുങ്ങി. അപ്പോഴേക്കും ശ്യാം അവൻ്റെ കൈ പിടിച്ച് തിരിച്ചു. ദേഹത്തോട്ട് കളിക്കല്ലേ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റേ. ഒന്ന് പോടാ, കൂടുതൽ ഡയലോഗ് അടിച്ചാൽ കൊന്ന് കൊക്കി തള്ളും കേട്ടല്ലോ. ആദ്യം അവൻ്റെ കവിൾ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കെന്താ പ്രാന്ത? കളിക്കല്ലേ, എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട് കേട്ടോ. ഞാൻ കടപ്പുറം കണാരൻ്റെ മോനാ. എന്നെ തൊട്ടാ കടപ്പുറം ഇളകുവേ. ഒന്ന് പോടാ ചെറുക്ക, ഞങ്ങൾ നിന്നെ കൊല്ലാനൊന്നും പോണില്ല. ഞങ്ങൾക്ക് ചില കാര്യം അറിയണം. വള്ളിപ്പുള്ളി തെറ്റാതെ പറഞ്ഞാൽ നിന്നെ കൊണ്ടുവന്നപ്പോൾ അങ്ങ് കൊണ്ടുവിടാം. ഇല്ലെങ്കിൽ കടപ്പുറം കണാരൻ്റെ മോനെ ഞാനങ്ങ് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടും. അത് കേട്ടവൻ പേടിച്ച് ഉമിനീരിറക്കി. പറ, അന്ന് കോളേജിൽ ബാലറ്റ് പെട്ടി പൊക്കാൻ പോയപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അത് പിന്നെ ആ പിള്ളേർ തന്ന പണവും വാങ്ങി ഞാൻ നേരെ സ്റ്റോർ റൂമിൽ കയറി. എന്നോട് അവർ വൈസ് ചെയർമാൻ്റെ പെട്ടി മാത്രം പൊക്കിയാൽ മതിയെന്നാണ് പറഞ്ഞത്. അതിൽ നിന്നും നിമിഷ എന്ന പെണ്ണിൻ്റെ കുറച്ച് വോട്ട് അസാധുവാക്കി കളയണം, അല്ലെങ്കിൽ കീറിക്കളയണം. ഞാൻ ആ പെട്ടി തപ്പുമ്പോഴാണ് എന്തോ ഒരു അനക്കം കേൾക്കുന്നത്. ഞാൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ മറഞ്ഞു നിന്നു. അപ്പോഴാണ് 3 പേർ അകത്തോട്ട് കയറി വരുന്നത്. 2 ആണുങ്ങളും ഒരു പെണ്ണും. അവരവരുടെ കയ്യിലെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചത്തിൽ 3 പേരും ഓരോ പെട്ടികളിൽ കൈയിട്ട് കുറച്ച് പേപ്പേഴ്സ് കീറിക്കളയുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞാണ് കോളേജ് വാച്ച്മാൻ അങ്ങോട്ട് വരുന്നത്. മുറിയുടെ ഡോർ തുറന്ന് കിടക്കുന്നത് കണ്ട അയാൾ അകത്ത് കയറി വന്ന് ലൈറ്റ് ഇട്ടതും
3 പേരും ഒന്ന് ഭയന്നു. അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അവരയാളെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇത് പുറത്ത് പറഞ്ഞാൽ കൊന്നു കളയെന്ന് പറഞ്ഞപ്പോൾ അയാൾ പേടിച്ചു പോയി. പിന്നീട് 3 പേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നാലെ ഞാനും. അവൻ അത്രയും പറഞ്ഞു നിർത്തി. അവരെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരുത്തൻ നല്ല കട്ട താടികളവനാ. ഒരുത്തൻ സ്പെക്ക് വെച്ചിട്ടുണ്ട്. അവന് താടിയില്ല, മീശ മാത്രമേ ഉള്ളൂ. പിന്നെ ആ പെണ്ണ്, അവന്മാർ നിമിഷ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അത് കേട്ടതും അവർ 4 പേരും ഞെട്ടുകയാണ്. തങ്ങളുടെ കോളേജിൽ നിമിഷ എന്ന പേരിൽ ഒരുവളയുള്ളൂ, അതും തങ്ങളുടെ ആത്മാർത്ഥ മിത്രം. ആദ്യം തൻ്റെ ഫോണിലുള്ള നിമിഷയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇവളെയാണോ താൻ അവിടെ കണ്ടേ? ഇവൾ തന്നെ, പഠിച്ച കള്ളിയാ ഇവളാണ് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. കട്ടത്താടി മനുവാണോ എന്നറിയാൻ വേണ്ടി ആദ്യം മനുവിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അതേന്ന് അവൻ പറയുകയും ചെയ്തു. സ്പെക്ക് വെച്ചിട്ടുള്ളതിൽ ഡൗട്ട് ഉണ്ടായിരുന്നത് തങ്ങളുടെ ക്ലാസ്സിലെ ശരത്തിനെയാണ്. അവൻ്റെ ഫോട്ടോയും കാണിച്ചതും അതേ എന്ന പോലെ അവൻ തലയനക്കി. അവർക്കറിയാനുള്ള കാര്യങ്ങളൊക്കെയും അറിഞ്ഞതും ആദ്യം അവനെ തിരികെ ആ കടയുടെ മുന്നിൽ തന്നെ ഇറക്കുകയും ഒരു സോറി പറഞ്ഞ് കൈ കൊടുക്കുകയും ചെയ്തപ്പോൾ അവനും തിരിച്ച് കൈ കൊടുത്തു. ഇതോടെ ആദിക്കും കൂട്ടർക്കും ഒരു കാര്യം വ്യക്തമായി, ഇവിടെ കളിക്കുന്നത് മുഴുവനും നിമിഷയാണ്. അവർക്ക് 4 പേർക്കും അവൾ കൂട്ടുകാരി ആയിരുന്നില്ല, കൂടെപ്പിറപ്പായിരുന്നു. അവൾക്ക് വേണ്ടിയാ പലതവണ പ്രിയയെപ്പോലും വേദനിപ്പിച്ചത്. പക്ഷെ നിമിഷ എന്തിനിത് ചെയ്തു എന്ന് മാത്രം അവർക്ക് അറിയില്ലായിരുന്നു. ആദ്യം തൻ്റെ വീഡിയോ എടുത്തതിന് പിന്നിൽ നിമിഷയാണോ എന്നുള്ള സംശയം കൂടി അവരുമായി പങ്കുവെച്ചു. പക്ഷെ ഇപ്പോൾ ഒന്നും അറിഞ്ഞതായി ഭാവിക്കേണ്ടെന്ന് അവരെല്ലാവരും കൂടി തീരുമാനിക്കുകയായിരുന്നു. ആദിക്ക് പ്രിയയോട് ചെയ്തു പോയ തെറ്റുകൾക്ക് ഓർത്ത് കുറ്റബോധം തോന്നി. വാശിപ്പുറത്ത് എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്, എല്ലാം തെറ്റായിപ്പോയെന്ന് അവന് തോന്നി. അവളെ വാരിപ്പുണർന്ന ചുംബനങ്ങൾ കൊണ്ട് മൂടി സോറി പറയാൻ അവൻ അന്നേരം അതിയായി ആഗ്രഹിച്ചു പോയി. പക്ഷേ സസ്പെൻഷൻ കഴിയാതെ അവളെ കാണാൻ പറ്റില്ലെന്ന് അവൻ അറിയായിരുന്നു. അതിന് ഇനിയും 8 ദിവസം കാത്തിരിക്കണമല്ലോ എന്നോർത്ത് അവൻ്റെ നെഞ്ചകം വിങ്ങി. പിന്നീട് കാത്തിരിപ്പിൻ്റെ നാളുകളായിരുന്നു. ഓരോ നിമിഷവും പോലും ഓരോ യുഗങ്ങളായിട്ടാണ് അവന് തോന്നിയത്. അങ്ങനെ ഇന്നാണ് എല്ലാവരും സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും കോളേജിൽ പോകുന്നത്. ഏറെ പ്രതീക്ഷയോടെ കോളേജിൽ ചെന്ന ആദിയുടെ മുന്നിലേക്ക് പ്രിയ അബദ്ധവശാൽ പോലും വന്നില്ല. നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം നിതിൻ. എല്ലാവരും ലഞ്ചൊക്കെയും കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിരിക്കും അല്ലേ? എന്നാൽ നമുക്ക് ഒന്നുകൂടി റിലാക്സ്ഡ് ആവാൻ ഒരു അടിപൊളി റൊമാൻറ്റിക് സോങ് ആയാലോ? കുറേ നാളായില്ലേ നമ്മൾ നല്ലൊരു പാട്ടൊക്കെയും കേട്ടിട്ട്. ഇതിനു വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നു അധ്യക്ഷ് ശങ്കർ. സംഗീതത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കോളേജിൻ്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ആദി, അല്ലേ? മ്യൂസിക് എന്നാൽ ഇവിടെ ഒരേ ഒരു ഉത്തരേ ഉള്ളൂ, അധ്യക്ഷ് ശങ്കർ. നമുക്ക് വേണ്ടി ആദി പാടുകയാണ്. അല്ല, അവൾക്ക് വേണ്ടി. യെസ്, ഹീ ഡെഡിക്കേറ്റ്സ് ദീസ് സോങ് ടു സംവൺ സ്പെഷ്യൽ. ഇടവേളകൾ ആനന്ദകരമാക്കാൻ ക്യാമ്പസ് FM 93.5 കേൾക്കൂ, ആസ്വദിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ആരംഭിക്കുന്ന കോളേജ് FM റേഡിയോ 1 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അതിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അനൗൺസ് എല്ലാവരും കേൾക്കുന്നത്. ലഞ്ച് കഴിഞ്ഞ് കോളേജ് ഗ്രൗണ്ടിൻ്റെ ചുറ്റിലുമായി സ്റ്റെപ്പ് രൂപത്തിലുള്ള 3 തട്ടുകളായി തരംതിരിച്ചിട്ടുള്ള ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് പ്രിയ തൻ്റെ കൂട്ടുകാർക്കൊപ്പം ഇത് കേൾക്കുകയാണ്. ആദ്യം ആർക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടാൻ പോവുക എന്നറിയാൻ വേണ്ടി പ്രിയേക്കാളും ക്യൂരിയോസിറ്റി ബാക്കി 2 പേർക്കായിരുന്നു.